വെള്ളിനേഴി കുറ്റാനശ്ശേരി AUP സ്കൂളിലെ സീഡ് ക്ലബ് അംഗങ്ങൾ നാട്ടകം ഏകദിന നാട്ടറിവ് ക്യാമ്പ് നടത്തി. ആലിപ്പറമ്പ് വിത്തുഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സുരേഷ് മലയാളിയുടെ നേതൃത്വത്തിൽ വിത്തുനടീൽ ക്ലാസുകളിൽ പങ്കെടുത്തു. പലതരം വിത്തുകൾ പരിചയപ്പെടുത്തുകയും കുട്ടികൾക്ക് കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്താൻ ഉതകുന്ന രീതിയിൽ ക്ലാസുകൾ നൽകുകയും ചെയ്തു. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ, ഉരൽ, തൊപ്പിക്കുട, മൺപാത്രങ്ങൾ ഉപയോഗിച്ചുള്ള തുള്ളിനന എന്നിവ കുട്ടികൾ കാണുകയും അതിന്റെ ഉപയോഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. പല മരുന്നു ചെടികളെക്കുറിച്ചും അതിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ചും നക്ഷത്രവനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. മൂക്കിന് എല്ലാവർക്കും ഈരണ്ടോട്ടല്ലേ? ഇത് പ്രാണവായുവിനായി നടുന്നു. മൂക്കിന് എന്തിനോട്ട? വലിച്ചു കയറ്റാൻ. എന്താ വലിച്ചു കയറ്റ? ഇത് പ്രാണവായുവിനായി നടുന്നു. വെള്ളം കുടിക്കലുണ്ടോ? ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. നിങ്ങക്ക് ചന്തണ്ട, ഗ്ലാമർ ഉണ്ട് നിങ്ങക്ക്? അഴകിനായി മരത്തിന്റെ ചോട്ട് പോയിക്കലുണ്ടോ? വെയിലത്ത് തണലിനായി. പഴം തിന്നലുണ്ടോ? തെൻപഴങ്ങൾക്കായി എത്ര പഴം തിന്നും? 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഇപ്പൊ ഇതിനെ മരം നടണേ. വീടുകളിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനുള്ള വിത്തുകൾ അദ്ദേഹം കുട്ടികൾക്ക് നൽകി. എൻ്റെ പേര് സാധിക. ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് സീഡ് ക്ലബിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ വരുന്നതിന് മുമ്പ് വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് പഴമയിലേക്ക് ഒന്ന് തിരിച്ചു നോക്കാനും പറ്റി. ഇവിടെയുള്ള വിത്തുകളുടെ ശേഖരണവും അതേപോലെ തന്നെ പഴയ കാലത്ത് കഴിച്ചിരുന്ന ഭക്ഷണ രീതികളെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പുഴയിലേക്കും അരുവികളിലേക്കും ഒക്കെ പോയിരുന്നു. സീഡ് കോർഡിനേറ്റർമാരായ ഷീത, ഷിവിജ, ഷബാന, അധ്യാപകരായ മൃദുൽ, ആദിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിത്തുകളെ കുറിച്ച് അവർ വ്യക്തമായി പഠിക്കുകയും അത് നടേണ്ടതിൻ്റെ ആവശ്യകതയും അത് നട്ടിട്ട് അത് വളർത്തണം എന്നുള്ള ഒരു തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു ക്യാമ്പിൽ നിന്ന് സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത്. പല കുട്ടികളും വിത്തിൻ്റെ പിന്നാലെ ഇപ്പോഴും അവിടെ നിന്ന് വിത്ത് വാങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് അത്രയും ആഗ്രഹം, അവർക്കും നട്ട് വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം കുട്ടികളിൽ ജനിപ്പിക്കാൻ നമുക്ക് ഈ ഒരു ക്യാമ്പ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് പഴയ രീതികളിൽ, അതായത് ഇവിടെ കഞ്ഞിയും ചമ്മന്തിയും പപ്പടവും ഒക്കെ ആയിരുന്നു. പക്ഷേ ചുട്ട പപ്പടം, എങ്ങനെയാണ് പപ്പടം ചുടേണ്ടത്, ഇതൊന്നും കുട്ടികൾ കണ്ടിട്ടില്ല. സാധാരണ ഗ്യാസ് സ്റ്റൗവുകളും കാര്യങ്ങളുമാണ് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നും അങ്ങനെയില്ല, അവർ തന്നെ ചുട്ടെടുത്ത പപ്പടം, അവർ അത് കഞ്ഞി കുടിക്കുന്നതും ഒക്കെ ആസ്വദിച്ചിട്ടാണ് അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു അനുഭവമായി എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ ഒരു ഉരലുണ്ട്. ഉരലില് എങ്ങനെയാണ് ഇടിക്കേണ്ടതെന്നൊന്നും അവർക്കറിയില്ലെങ്കിലും അവർ അതൊക്കെ ഒന്ന് ഇടിച്ചു നോക്കി. അതുപോലെ കുട തലയിൽ വെച്ച് നോക്കി. അതുപോലെ നമ്മളെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പഴയ മെത്തേഡ് എന്താണെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുത്തു, അവർ ചെയ്തു. ഇതൊക്കെ അവരെ സംബന്ധിച്ചൊരു പുതിയ അനുഭവം തന്നെയാണ്. അപ്പം എങ്ങനെ പറഞ്ഞാലും നമ്മളുടെ ഈ ഒരു വൺ ഡേ ക്യാമ്പ് ഏറ്റവും നന്നായിട്ട് അവർ ആസ്വദിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇതിന് അവസരം തന്ന സുരേഷ് മലയാളി സാറിനോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. CCN പെരിന്തൽമണ്ണ.